പരിസ്ഥിതി സംരക്ഷണത്തിന്റെ അടിയന്തര പ്രാധാന്യം വിളിച്ചോതുന്ന ദ ഗ്രീൻ അലർട്ട് എന്ന ഡോക്യുമെന്ററി ഫിലിം ആഗോളതലത്തിൽ ശ്രദ്ധ നേടുന്നു. ചിത്രത്തിന്റെ ആദ്യ പ്രദർശനം ഏപ്രിൽ 1 രാവിലെ 10:30 മാവേലിക്കര സാന്ദ്ര തിയേറ്ററിൽ നടക്കും. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ അടിയന്തര പ്രാധാന്യം വിളിച്ചോതുന്ന ദ ഗ്രീൻ അലർട്ട് എന്ന ഡോക്യുമെന്ററി ഫിലിം ശ്രദ്ധേയമാകുന്നു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ശക്തമായ സന്ദേശം കൈമാറുന്നു എന്നതാണ് ഡോക്യുമെന്ററിയുടെ പ്രത്യേകത. ലോകമെമ്പാടുമുള്ള സർക്കാരുകളുടെയും പരിസ്ഥിതി സംഘടനകളുടെയും ശ്രദ്ധയിൽപ്പെടേണ്ട പ്രധാന വിഷയങ്ങളെ ഡോക്യുമെന്ററി ആവിഷ്കരിക്കുന്നു. ഈ കാലാവസ്ഥ വ്യതിയാനം ഭൂലോകത്തെ ആകമാനം പിടിച്ചു കുലുക്കിയിരിക്കുകയാണ്. 2 വർഷം മുമ്പാണ് ഹോളിവുഡിലെ അവിടുത്തെ നടീനടന്മാരുടെ കോടികൾ ഡോളർ വിലയുള്ള ഭവനങ്ങൾ വരെ അഗ്നിക്കരയായിട്ട് നമ്മൾ കണ്ടതാണ്. ലോകത്തെല്ലാം കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പിടിയിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് അധികാരികളെ ബോധ്യപ്പെടുത്താൻ ഒത്തിരി പ്രകൃതി സംഘടനകളുണ്ട്, പരിസ്ഥിതി സംഘടനകളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട 191 രാജ്യങ്ങളെ ഏകോപിപ്പിച്ച് യുഎൻഒയുടെ എൻവോയ്മെൻറ്റ് സമിതിയാണ് UNEP, യുണൈറ്റഡ് നേഷൻസ് എൻവോയ്മെൻറ്റ് പ്രോഗ്രാം. അവരാണ് മാക്സിമം എല്ലാം കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അവരെല്ലാം ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഓരോ രാജ്യങ്ങൾ അവരോടായിട്ട് നോക്കുകയാണ്. അവർ ലാഭമാണ്, കാർബൺ എമിഷനെ നോക്കുന്നില്ല, അവരുടെ വ്യവസായത്തെയൊക്കെ ബാധിക്കും. അപ്പോൾ ഇനിയും നമ്മൾ നിസ്സംഗത പാലിച്ചാൽ സർവനാശമാണെന്നുള്ളതിൻ്റെ ഒരു വലിയ അവബോധം ലോകത്തെമ്പാടും സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ഞങ്ങളുടെ ഒരു ശ്രമമാണിത്. സഹസ്രാബ്ദങ്ങൾ പുറമോട്ട് പോയിട്ട് ലോകത്തെ പരിസ്ഥിതിക്ക് എന്ത് സംഭവിച്ചു, ഇപ്പോഴെങ്ങനെയാണ്, അടുത്ത 10 നൂറ്റാണ്ടുകളിൽ നമ്മൾ എന്തെല്ലാം ദുരന്തങ്ങളാണ്, തിരിച്ചടികളാണ് ഏൽക്കാൻ പോകുന്നതിൻ്റെ നേർക്കാഴ്ചകളാണ് ഞങ്ങൾ 100 മിനിറ്റുള്ള ഈ ഫിലിമിൽ കൂടെ. പ്രൊഫസർ KP മാത്യു രചനയും KC തുളസീദാസ് സംവിധാനവും നിർവഹിച്ച ചിത്രം ബോസ്റ്റണിലെ കുര്യൻ ഫൗണ്ടേഷന്റെ ബാനറിൽ തമ്പി കുര്യനാണ് നിർമ്മിച്ചിരിക്കുന്നത്. 150-ലധികം കലാകാരന്മാരുടെ പങ്കാളിത്തത്തോടെയാണ് ചിത്രം സാക്ഷാത്കരിച്ചത്. ആധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ ദൃശ്യാവിഷ്കാരം സവിശേഷമാക്കിയിട്ടുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഉൾപ്പെടെ 10 ഭാഷകളിൽ ചിത്രം പുറത്തിറങ്ങും. ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി വിഭാഗം, വിവിധ അന്താരാഷ്ട്ര സംഘടനകൾ, ചലച്ചിത്രമേളകൾ എന്നിവയിൽ ചിത്രം പ്രദർശിപ്പിക്കാൻ പദ്ധതിയുണ്ട്. പരിസ്ഥിതി വിഷയങ്ങളിൽ വിദഗ്ധരും സിനിമാ മേഖലയിലെ പ്രമുഖരും പങ്കെടുത്ത പ്രിവ്യൂ ഷോയിൽ ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചത്. ജലക്ഷാമം, വനനശീകരണം, കാട്ടുതീ, വന്യമൃഗങ്ങളുടെ ആക്രമണം, വായു മലിനീകരണം എന്നിവയുൾപ്പെടെയുള്ള ഭീഷണികളെ ചിത്രം ശക്തമായി മുന്നോട്ട് വെക്കുന്നു. മനുഷ്യനും പ്രകൃതിയും നേരിടുന്ന ഭാവി പ്രതിസന്ധികളെ യാഥാർത്ഥ്യബോധത്തോടെ അവതരിപ്പിക്കുന്നു എന്നതും ചിത്രത്തിന്റെ സവിശേഷതയാണ്. ദ ഗ്രീൻ അലർട്ട് ഹ്രസ്വ ചിത്രത്തിന്റെ ആദ്യ പ്രദർശനം ഏപ്രിൽ 1 രാവിലെ 10:30 മാവേലിക്കര സാന്ദ്ര തിയേറ്ററിൽ നടക്കും. പ്രവേശനം സൗജന്യവുമാണ്. CDN ന്യൂസ്, മാവേലിക്കര.